വിശദമായ വാർത്തകൾ നോക്കാം. വെനസ്വേലയിൽ ശരിയായ അധികാര കൈമാറ്റമുണ്ടാകും വരെ അമേരിക്ക ഭരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആവശ്യമെങ്കിൽ വെനസ്വേലയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്നും ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയിലെ എണ്ണ ഇനി മുതൽ US കമ്പനികൾ കൈകാര്യം ചെയ്യുമെന്നും പ്രഖ്യാപനം. ബന്ദിയാക്കിയ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും US-ലെത്തിച്ചു. മദുറോയ്ക്കെതിരെ നാർക്കോട്ടിക് ടെററിസം, ലഹരിക്കടത്തിനുള്ള ഗൂഢാലോചന, മാരകായുധങ്ങൾ കയ്യിൽ വെക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വിചാരണ തുടങ്ങുകയാണ് അമേരിക്ക. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. അഭിലാഷ്, ഒരുപക്ഷെ സദ്ദാം ഹുസൈനെയൊക്കെ കീഴടക്കിയതുപോലെ അതൊരു പ്രത്യക്ഷമായ യുദ്ധത്തിനൊടുവിലാണെങ്കിൽ ഇതല്ലാതെ ഒരു സൈനിക നടപടിയിലൂടെ അതീവ രഹസ്യമായി വളരെ നാളുകൾ നീണ്ട ആസൂത്രണത്തിനൊടുവിൽ മദുറോയെ പിടികൂടി അമേരിക്കയിലെത്തിച്ച് അവിടെ വിചാരണ നടത്തുമെന്ന് പറയുമ്പോൾ അതിനു പിന്നിൽ ട്രംപിന്റെ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്നതായിരുന്നു പ്രധാനപ്പെട്ട സംശയമുള്ളത്. നാർക്കോട്ടിക് ടെററിസം എന്ന് പറയുമ്പോഴും വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് ഇതിനകം തന്നെ വിലയിരുത്തലുകളും വന്നു കഴിഞ്ഞു. ഇന്നലത്തെ ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ നടപടിയെക്കുറിച്ച്, തുടർ കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ട്രംപ് പറഞ്ഞത്? ശ്രീജ, തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്ക വെനസ്വേലയിൽ നടത്തിയിരിക്കുന്നത് മുൻപ് ഇറാഖിൽ അമേരിക്ക എന്താണോ ചെയ്തത് അത് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ എണ്ണ, വെനസ്വേല എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്. അവിടെ നിന്ന് എണ്ണ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ഒരു നടപടിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു പാവ സർക്കാർ, അതായത് അമേരിക്കയുടെ ചെൽപ്പടിക്കനുസരിച്ച് നിൽക്കുന്ന ഒരു സർക്കാർ വെനസ്വേലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയുടെ പദ്ധതികൾ നടപ്പിലാവൂ. അതിന് തടസ്സം നിന്ന സർക്കാരായിരുന്നു മദുറോയുടേത്. അതുകൊണ്ട് തന്നെ മദുറോയുടെ സർക്കാരിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അത് കൃത്യമായി അമേരിക്ക നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ഈ ആക്രമണത്തിൽ നിന്ന്, അവരുടെ പ്രോജക്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് നിക്കോളാസ് മദുറോയുടെ അടുത്തെത്തുകയും അവിടുന്ന് തട്ടിക്കൊണ്ടുപോവുകയും ഇപ്പോൾ നിലവിൽ ബ്രൂക്ലിനിലെ ജയിലിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വിചാരണ നടപടികൾ ഇന്ന് തന്നെ ആരംഭിച്ചേക്കാം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഇപ്പോൾ ഇവിടെ ഈ നിക്കോളാസ് മദുറോയുടെ പക്ഷത്തു നിന്നുള്ള ആളുകൾ അവിടെ ഡെൽസി റോഡ്രിഗസ് ആ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അവിടുത്തെ സുപ്രീം കോർട്ട് ഡെൽസി റോഡ്രിഗസിന് രാജ്യത്തിൻ്റെ ഭരണം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സുപ്രീം കോടതി രാജ്യത്തിന് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല, അവിടുത്തെ പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കൾ, ഒരു രാജ്യത്ത് നിന്ന് പോയിരുന്ന പ്രതിപക്ഷത്തിൻ്റെ നേതാക്കൾ മറിയ കൊറീന മച്ചാഡോ അടക്കം ഒരുപക്ഷെ വിയറ്റ്നാമിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സൈന്യം അവിടെ ഇപ്പോൾ രാജ്യത്ത് തമ്പടിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ആ രാജ്യത്ത് കൃത്യമായ രീതിയിൽ ഒരു ശരിയായ രീതിയിൽ അധികാരം ഏറ്റെടുക്കുന്ന ഒരു സർക്കാർ എത്തുന്നതുവരെ അമേരിക്ക ഭരിക്കും എന്നുള്ള, വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ വെനസ്വേലയിൽ അധികാരത്തിലെത്തുന്നതുവരെ അമേരിക്ക വെനസ്വേല ഭരിക്കും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമെന്ന് പറയുന്നത്. കൂടാതെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ എത്തുമെന്നും അവിടുത്തെ ക്രൂഡ് ഓയിൽ അത് അമേരിക്ക എടുത്ത് അമേരിക്ക അത് റിഫൈൻ ചെയ്ത് അത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള പ്രഖ്യാപനം കൂടി അമേരിക്ക നടത്തിയിരിക്കുന്നു. അതായത് നേരത്തെ മദുറോ എന്താണോ പറഞ്ഞത്, അതായത് അമേരിക്കയുടെ ലക്ഷ്യം ഈ പറയുന്നത് പോലെ രാസലഹരിയോ അല്ലെങ്കിൽ ലഹരിക്കടത്തോ ഒന്നുമല്ല, മറിച്ച് വെനസ്വേലയിലുള്ള ഓയിലും മിനറൽസും തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളതാണ് മദുറോ നേരത്തെ തന്നെ അമേരിക്കയ്ക്കെതിരെ ആരോപിച്ചത്. ആ ആരോപണം 100% ശരിയെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. ഇതേ സംബന്ധിച്ച് ഇനിയൊരു ആക്രമണത്തിന് പോലും ഇനി ഏതെങ്കിലും തരത്തിൽ ഡെൽസി റോഡ്രിഗസും സംഘവും അവിടുത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്ന ആളുകൾക്കെതിരെ ഒരു സൈനിക നീക്കത്തിന് മുതിർന്നാൽ വീണ്ടും ആക്രമണം നടത്താനുള്ള ഒരു സാധ്യത കൂടി ഡൊണാൾഡ് ട്രംപ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് ഒരുപക്ഷെ വെനസ്വേല സാക്ഷ്യം വഹിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊപ്പം തന്നെ ക്യൂബ, കൊളംബിയ തുടങ്ങിയിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൂടി ലക്ഷ്യം വെച്ചുള്ള ചില പ്രസ്താവനകൾ കൂടി ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നു. ഇതിനൊപ്പം നമ്മൾ കാണേണ്ടത് ഇറാനിലെ സംഘർഷങ്ങൾ കൂടിയാണ്. ഇറാനിലെ അവിടുത്തെ സാധാരണ ജനങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അമേരിക്കയുടെ ഒരു കളിനിലമായി അല്ലെങ്കിൽ ഒരു വിളനിലമായി ലോകത്ത്
ലോകത്തെ പല രാജ്യങ്ങളെയും കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെതിരെ പ്രതിഷേധവുമായി റഷ്യയും ക്യൂബയും ഒക്കെ രംഗത്തുണ്ടെങ്കിലും ഇറാനും ഒക്കെ രംഗത്തുണ്ടെങ്കിലും അതൊന്നും വില പേശുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായുള്ള കാര്യം. അതായത് അമേരിക്ക എന്ത് വിചാരിക്കുന്നു അത് നടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. എന്തായാലും ഈ സംഭവത്തിൽ അർജന്റീന ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ചില പ്രതികരണങ്ങളുണ്ട്. മദൂറോയെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു രാജ്യങ്ങളിലൊന്നായി അർജന്റീന മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മദൂറോയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ് അർജന്റീന സ്വീകരിക്കുന്നത്. അങ്ങനെ ലോകരാജ്യങ്ങൾ പല തട്ടിലായി മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഒരു സംഘവും അമേരിക്കയുടെ നടപടിയെ അപലപിക്കുന്ന ഒരു സംഘവും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്തായാലും നിക്കോളാസ് മദൂറോയും ഭാര്യയും അമേരിക്കയുടെ പിടിയിലായെന്നുള്ള സംശയം അത് ഉറപ്പായിരിക്കുന്നു. അടുത്ത ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ന്യൂയോർക്കിൽ എത്തിച്ച മദൂറോയെ ബ്രൂക്ലിനിലെ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. നാളെ മദൂറോയെ അവിടുത്തെ വിചാരണ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനി മദൂറോയുടെ ഭാവി എന്താണ് എന്നുള്ളതാണ്. സദ്ദാം ഹുസൈനെ പോലെ തൂക്കിലേറ്റപ്പെടുമോ അതോ അവിടെ നിന്ന് രക്ഷപ്പെടുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. ശ്രീജ.